ഹായ് ഹോൾ, അസ്സലാമലൈക്കും. എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ ഉഷാറായിട്ട് ഞാനും ഉണ്ട്. കുറേ സ്ഥലം വീഡിയോയിലൊന്നും വരാത്ത, വോയിസ് ഓവറൊന്നും കൊടുക്കാത്ത, ഷോർട്ട് വീഡിയോയിൽ ഇട്ടാണ്ടുണ്ട്. പിന്നെ വോയിസ് ഓവർ കൊടുക്കാൻ കുറേ വോയിസ് ഓവർ കൊടുക്കാനുള്ള ടൈമേ ഇല്ല. ഒന്നാമത്തെ പരുന്ന് കഴിഞ്ഞ് പിന്നെ ചുറ്റാനെല്ലാം പോയി, വയനാട് ഊട്ടിയെല്ലാം പോയി, അങ്ങനെ കുറേ ദിവസം അങ്ങനെ പോയി. അങ്ങനെല്ലാം ആയിട്ട് പിന്നെ മോനും പോയി ബാംഗ്ലൂർ, അങ്ങനെല്ലാം ആയിട്ട് ഇങ്ങനെയുണ്ട്. പിന്നെ പനി വന്നു. നമ്മൾ വയനാട് പോയിട്ട് വന്നേ പിന്നെ ഊട്ടി വയനാട് പോയിട്ട് വന്നതിന് പനിയും ജലദോഷം, ശരീരം മൊത്തം വേദന എടുത്തിട്ട് കിടപ്പിൽ തന്നെയായി. പറഞ്ഞാൽ ഒന്നും എണിക്കാനും പറ്റുന്നില്ല, കിടക്കാനും പറ്റുന്നില്ല, ഇരിക്കാനും പറ്റുന്നില്ല, പോവാനും പറ്റുന്നില്ല, അങ്ങനത്തെ അവസ്ഥ. അങ്ങനെ ഒരു മന്തി ഉണ്ടാക്കാൻ ഞാൻ പുതിയ ചട്ടി എടുത്ത് കുറേ ദിവസമായി. അതിനെ യൂസ് ആക്കിയിട്ടാണ് ഇന്ന് മന്തി അതിലാക്കാൻ വിചാരിച്ചു. ഓർഡർ കുറേ വന്നിട്ടുണ്ടായി, എല്ലാം ക്യാൻസലാക്കി. ഒന്ന് എടുക്കാൻ നമുക്ക് കഴിയുന്നതല്ല, കഴിയുന്നില്ല. അങ്ങനെ നമ്മൾ എടുക്കുന്ന അങ്ങനെ ഇന്നൊരു പേർക്കാർ നമ്മളെ അടുത്ത് തന്നെയുള്ള ആൾക്കാർ, നമ്മളടുത്ത ആൾ. അപ്പോൾ അവർ പറഞ്ഞു, നിൻ്റെ കൈ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് മന്തിയാക്കി തരണം, നീ എന്ത് പറഞ്ഞാൽ ഞങ്ങൾക്ക് കേൾക്കാമല്ല, ഞങ്ങൾക്ക് നിൻ്റെ മന്തി തന്നെ വേണം, നീ ഉണ്ടാക്കിയ മന്തി തന്നെ വേണം പറഞ്ഞു. പിന്നെ ഞാൻ തക്കുന്നത് നമ്മൾ അത്ര മകൾ പറയാൻ വെക്ക് കുറേ ദിവസമായി നീട്ടി ഞാൻ വെച്ച് വേണ്ട പറഞ്ഞിട്ട് നോക്കുമ്പോൾ വിടുന്നേ ഇല്ല. പിന്നെ ഞാൻ നമ്മളോട് സ്നേഹം ഉണ്ടോണ്ടല്ല അങ്ങനല്ല പറയുന്നത്. ഇനിയിപ്പോൾ കുറച്ച് ദിവസമായി റെസ്റ്റ് ഇരിക്കാമെന്ന് വിചാരിച്ച്, സുഖമില്ലാതുകൊണ്ട്. അങ്ങനെ പിന്നെ മന്തി ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ കേക്കിൻ്റെ ഉണ്ടാഞ്ഞ് അവർക്ക് ആയിരിക്കും ഒരു കരിപ്പുണിച്ചി കൊടുക്കാൻ. അങ്ങനെ കേക്കും മന്തിയും വേണം പറഞ്ഞ്. എൻ്റെ അടുത്തുനിന്ന് കുറേ ആൾ കരിപ്പുണിച്ചൊക്കെ വാങ്ങുന്നത് എന്ത് സ്നാക്ക് അങ്ങനത്തെ എല്ലാം, പിന്നെ മറ്റേ ക്രിസ്മസ് കേക്കെല്ലാം ഉണ്ടല്ലോ അതെല്ലാം വേണം. ഇവർ പറഞ്ഞു ഇങ്ങനെ നമുക്ക് ഇങ്ങനെ മന്തി തന്നെ വേണം, കേക്ക് വേണം പറഞ്ഞു. പിന്നെ എത്ര സുഖമില്ലാകുമ്പോൾ പിന്നെ അങ്ങനെ കുറേ പറയുമ്പോൾ നമുക്ക് എന്തുവാന്നല്ലേ. ഞാൻ വിചാരിച്ച് കൊടുക്കാമെന്ന്, എന്തായാലും മസില്ല. ഇന്ന് പിന്നെ വീണ്ടും എണിക്കാൻ കഴിയുന്നില്ല. ഇന്നലെ ഒരു മന്തിയും ഒരു കേക്ക് ആക്കിയതിൻ്റെ ക്ഷീണം ഭയങ്കര ഇന്ന് ഞാൻ അനുഭവിച്ചുകൊണ്ട്. സൗണ്ട് നേരായിട്ടില്ല, കഫക്കെട്ട് ഭയങ്കര, പിന്നെ തലവേദന, ശരീരവേദന, എന്ത് പനി പിടിച്ചാന്ന് എനിക്ക് അറിയുന്നില്ല. അത്രക്കും എണിക്കാനേ പറ്റുന്നില്ല. കാൽറടി വേദന, നടുവേദന, പിന്നെ നെഞ്ഞ് വേദന, എന്ത് നമുക്കേ പറയാൻ പറ്റുന്നില്ല. അത്രക്കും സുഖമില്ല. വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെ കുബ്രകുട്ടി വന്നിട്ട് പാത്തിമ വിളിച്ചോണ്ടുണ്ട്. അങ്ങനെ പിന്നെ ആക്കിയിട്ട് അവളിൽ കുറേ നേരം മുണ്ടിയിട്ട് പോയി. പിന്നെ ആ ഒരു പൊലിസ തന്നെ നമ്മളെ കുബ്ര പൊലിസ തന്നെ വന്നോണ്ടിരിക്കും, മുണ്ടിക്കൊണ്ടിരിക്കും. ഇപ്പം ആരുണ്ട് അങ്ങനത്തെ മനുഷ്യന്മാർ? ആരില്ല. ഇപ്പോൾ എല്ലാവരും ഓരോരോ പറ്റുകളിൽ തന്നെ ഇരിക്കുന്നല്ലേ, മൊബൈലും ഫോണും. പിന്നെ മനുഷ്യന്മാരെ കൊണ്ടുവന്ന് ഇപ്പോൾ കുറവ്. ഓണ്ട് ഒരു പൊലിസാണ്. മന്തിയെല്ലാം റെഡിയായി. മന്തിൻ്റെ സോസും ആക്കിയിട്ട് വെച്ച് ഞാൻ മൈനസും ആക്കി എല്ലാം പാക്കിങ് എല്ലാം ആക്കാൻ റെഡിയാക്കി. അങ്ങനെ ചിക്കൻ ഓർക്കെല്ലാം കൊടുത്തിട്ടാണ് തീർന്നത്. മന്തി മാത്രം കുറച്ചുകൊണ്ടായി, ചോറ് മാത്രം. ചിക്കനെ വെളുപ്പിച്ച് ഞങ്ങളിവിടെ ചിക്കന് അടുത്ത് തന്നെ ഉണ്ട്. പോനാക്കി അപ്പം വരുന്നു. അതൊരു പേടിയൊന്നുമില്ല. വേറെ എല്ലാത്തിനും പേടിയുണ്ടെങ്കിൽ എനിക്കൊരു പേടിയില്ല.
ഞാൻ പിന്നെ അയാൾക്ക് ഫോനാക്കി ചേർത്തുമ്പോൾ അയാൾ ബാക്കി ചിക്കൻ വന്നിട്ട് ജാവക്കിന് കുബ്രാക്കും പിന്നെ ഫാത്തിമാക്കും ഞാനും വെച്ച് കുറച്ച് വെച്ചിട്ടതെല്ലാം ജാവ് വെച്ചിട്ട് ഈ സുഖമില്ലാത്ത ഉണ്ടല്ലേ പിന്നെ ജാവ് ചോറ് വയ്ക്കുന്നതും കുറവന്നെ എന്താ നാഷ്ട അങ്ങനത്തെ തിന്നും ചോറ് വയ്ക്കുന്നത് കുറവന്നെ അതിനെ കുറച്ച് തിന്നു പിന്നെ എന്താക്കുന്നതായിട്ട് കുറേ ഏറിയിട്ടെല്ലാം ഉണ്ടാകും ഞാൻ ഇവർക്കെല്ലാം പാക്കിങ് ആക്കിയിട്ട് എല്ലാം റിക്ഷയിലിട്ടിട്ട് കൊടുത്തിരുന്നു മോളുടെ കാറിൽ കൊടുത്തിട്ട് വരുന്നു അവനില്ലാതെ ബുദ്ധിമുട്ടായി അവൻ ഡ്യൂട്ടിക്ക് പോയില്ലെങ്കിൽ വരലുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ റിക്ഷ ഇട്ടിട്ട് തന്നെ കൊടുക്കുന്നത് ഞങ്ങളെ കുർത്തതിൻ്റെ റിക്ഷ ഉണ്ട് ഡെലിവറി എല്ലാം ഉണ്ട് അവരെ കൊടുത്തെങ്കിൽ അവർ എത്തിക്കുന്ന ഇടയ്ക്ക് ഇത് ഞാൻ എന്നെ കൊണ്ടുവരണോ അല്ലേ നീ എന്നെ കൊണ്ട് തരണം കേക്ക് ബെടുക്കാവൂന്ന് അങ്ങനെ ഞാൻ എന്നെ കൊണ്ടുപോയിട്ട് കൊടുത്തു ബാഗ് കൊടുക്കുമ്പോൾ റിക്ഷയിൽ വെച്ച് ഫോട്ടോ വീഡിയോ എടുക്കാൻ മറക്കുന്നത് എപ്പോഴും അങ്ങനെ മറന്നിട്ട് തന്നെ പോകുന്നു. ഓക്കെ.